എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ്. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നന്നായി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര് ആഡ് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചാലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി തിരുമ്മി എടുക്കണം. ഇനി മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ പീസസിലും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇത് അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ് നേരത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് ഇനി ഓയിൽ ഒഴിക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ചിക്കൻ്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അങ്ങനെയാകുമ്പോഴായിരിക്കും ഉള്ളിൽ ജ്യൂസി ആയിട്ടും പുറത്ത് ക്രിസ്പി ആയിട്ടും ഇരിക്കുക. ഇപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത സെറ്റ് ചിക്കൻ്റെ പീസസ് എടുത്ത് വറുത്തെടുക്കാം. ഇതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനകത്ത് അടിഞ്ഞു കൂടിയേക്കുന്ന ചിക്കൻ്റെ ബാക്കി വന്ന ആ വേസ്റ്റും ആ മസാലയൊക്കെ എടുത്ത് മാറ്റണം. കാരണം ഈ സെയിം ഓയിലാണ് ബിരിയാണിക്ക് വേണ്ട സവാള വറുത്തെടുക്കുന്നത്. ഇത് ബിരിയാണിക്ക് വേണ്ട സവാള അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. ഞാൻ മീഡിയം സൈസുള്ള 2 സവാളയാണ് ഇതിനെടുത്തേക്കുന്നത്. തിൻ സ്ലൈസസ് ആയിട്ട് വേണം ഇതിനരിയാൻ വേണ്ടിയിട്ട്. അരിഞ്ഞ് കഴിയുമ്പോൾ ഒരു അല്ലി മറ്റേതുമ്പോൾ തൊടാത്ത രീതിയിൽ നന്നായിട്ട് ഞരടി എടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സവാള വറുത്തെടുക്കുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കണം. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒറ്റ ട്രിപ്പിൽ തന്നെ എല്ലാനും ഇടുന്നുണ്ട്. കാരണം അതൊന്നും ആടിക്കഴിയുമ്പോൾ കുറച്ച് ചെറുതാവും. ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു നുള്ള് മാത്രം ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല തൂക്കിക്കൊടുക്കാം. കൂടുതലാവരുത്. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് വരും. ഇപ്പോൾ സവാള നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി സെയിം ഓയിലിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ട് വറുത്തെടുക്കണം. ഇപ്പം ഞാൻ കാഷ്യൂ നട്ട് ആഡ് ചെയ്യാണ്. അതൊരു പിടി കാഷ്യൂ നട്ട്സ് ഉണ്ടാവും. ഈ ഓയിൽ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. വേറെ നെയ്യിൽ കാഷ്യൂ നട്ട്സ് കിസ്മിസും വറുത്തെടുത്താലും മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റാം.
ഇത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാളയാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ വിട്ട് വീഴുന്ന രീതിയിലും കിട്ടും. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചിക്കനും സവാളയും വറുത്ത സെയിം ഓയിൽ തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് കേട്ടോ. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇതിനകത്തേക്ക് ഇനി സവാളയും പച്ചമുളകും ചേർക്കാം. ഞാനിവിടെ 4 സവാളയാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ സവാള കൊത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. സ്ലൈസ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കനിലേക്ക് നന്നായിട്ട് ഗ്രേവി കോട്ട് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ഒരു തക്കോലം ചേർക്കാം, 2 കഷ്ണം കറുവപ്പട്ട, 4 ഏലക്കായ, 4 ഗ്രാമ്പു ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം പാത്രം മൂടി വയ്ക്കാം. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും. ഇപ്പോൾ സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയുടെ കഷ്ണവും ചതച്ചതാണ് കേട്ടോ അത്. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലപ്പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ തെളിഞ്ഞു വരുന്നതാണ് മസാല ഒക്കെ മൂത്തിട്ടുണ്ടെന്ന് അറിയാനുള്ള പാകം. ഇനി ഇതിനകത്തേക്ക് തക്കാളി ചേർക്കണം. ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ തക്കാളിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ 2 എണ്ണം ചേർക്കണം. ഇനിയും ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഫ്ലെയിം കൂട്ടി വയ്ക്കുമ്പോൾ മസാലയൊന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി മാറ്റിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തക്കാളി ഇട്ടിട്ട് ഒരു 15 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തക്കാളി ഗ്രേവിയിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കാഷ്യൂനട്ട് പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. ഒരു പിടി അല്ലെങ്കിൽ ഒരു 7-8 കാഷ്യൂനട്ട്സ് വെള്ളത്തിലിട്ട് കുതിർത്തി അരച്ചെടുത്തതാണത്. ഇത് ഓപ്ഷണലാണ്. ഗ്രേവി നല്ല തിക്കാവാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാൻ കാഷ്യൂ പേസ്റ്റ് ചേർത്തത്. കാഷ്യൂ പേസ്റ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം അല്ലെങ്കിൽ തിക്കൻഡ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീമും തിക്കൻഡ് ക്രീമും ചിക്കൻ അടുപ്പത്തുനിന്ന് ഇറക്കണ നേരത്ത് വേണം ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ അത് പിരിഞ്ഞു കൂട്ടാ. ഇതൊക്കെ ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ റെഡിയായി. ഇനി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് എല്ലാ ഗ്രേവിയും കോട്ട് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഗ്രേവി നല്ല ഡ്രൈ ആയിട്ടല്ല ഇരിക്കണേ. നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം. അതല്ല ഇനി ഗ്രേവി ലൂസാക്കണമെങ്കിൽ ഇതുപോലെ 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒരു കാരണവശാലും ചേർക്കരുത്. നല്ലോണം തിളച്ച വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇനി ഇത് തുറന്നു വെച്ച് വേണം വേവിക്കാനായിട്ട് കേട്ടോ. ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ നോക്കാം. കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇതിനകത്തെ വെള്ളം അത്യാവശ്യം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഓയിലും തെളിഞ്ഞിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ചൂടാറുമ്പോൾ ഇനി നന്നായിട്ട് കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാം.
ബിരിയാണിക്ക് ഞാൻ ബസുമതി റൈസാണ് എടുത്തേക്കുന്നത്. 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം അനുസരിച്ച് 4.5 കപ്പ് വെള്ളം അളന്ന് വെച്ചേക്കുന്നതാണിത്. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് കിട്ടണം. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 5 ഏലക്കായ ചേർക്കാം, 1 തക്കോലം ചേർക്കാം, 2 മീഡിയം സൈസിലുള്ള കറുകപ്പട്ട ചേർക്കാം, ഒരു 5 ഗ്രാമ്പു ചേർക്കാം, ഒരു 2 ബേ ലീഫ് ചേർക്കാം. എൻ്റെ കയ്യിൽ ചെറുതായതുകൊണ്ടാണ് ഇത്രയധികം ചേർക്കുന്നത്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും മുമ്പിലായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർക്കണം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. മൂടി വയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരി ചേർക്കണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയും റൈസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ശരിക്കും ബിരിയാണിക്ക് ഏറ്റവും നല്ല അരി കൈമ അരിയാണ്, അല്ലെങ്കിൽ ജീരകശാല അരി എന്ന് പറയും. ഇനി നിങ്ങൾ ആ അരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നുണ്ട് ഞാൻ. ഇത് ഓപ്ഷണലാണ്. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ റൈസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മോൾ ഭാഗത്ത് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. ഇപ്പോൾ ബിരിയാണിക്കുള്ള റൈസ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ബിരിയാണി സെറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ നിങ്ങൾക്കത് ദമ്മിടാം, അല്ലെങ്കിൽ ബിരിയാണി റൈസായിട്ട് മാത്രം സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ബിരിയാണിയുടെ റൈസ് അല്പം ഇടാം. റൈസിൻ്റെ ചൂട് ആറുന്നതിന് മുൻപ് ചെയ്യണം. ചൂടോടുകൂടി വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ലെവൽ ചെയ്തിടാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന സവാള, പിന്നെ കശുവണ്ടിപ്പരിപ്പും കിസ്മിസും, പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് നുറുക്കിയതുമാണ് കേട്ടോ അത്. ഇനി ഇത് റൈസിൻ്റെ മുകളിലേക്ക് അല്പം ഇട്ട് കൊടുക്കാം. ആദ്യം സവാള വറുത്തത് ഇടാം. അതിൻ്റെ പിന്നാലെ മല്ലിയിലയും അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർക്കാം. ഇനി അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് ലെവൽ ചെയ്തെടുക്കണം. ലെവൽ ചെയ്യുമ്പോൾ ഒരുപാട് അമർത്തി ചെയ്യരുത്. അങ്ങനെയാവുമ്പോൾ റൈസ് കട്ട പിടിക്കും. നേരത്തെ ചെയ്ത പോലെ വറുത്ത് വെച്ചേക്കുന്ന സവാളയും കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ചേർക്കാം. ഇതിനകത്തേക്ക് ഇനി നെയ്യ് ചേർക്കണം. ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന നെയ്യായാലും കുഴപ്പമില്ല. ചോറിൻ്റെ ചൂടുകൊണ്ട് അതിനകത്തേക്ക് അലിഞ്ഞ് ചേർന്നോളും. ഇനി ഉരുക്കിയ നെയ്യായാലും കുഴപ്പമില്ല. അങ്ങനെ 1 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഓരോ ലെയറിലേക്കും വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ലെയർ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്യാം. ചിക്കൻ്റെ കൂടെ ദമ്മിടാനാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ലെയറായിട്ട് ചെയ്തില്ലേ, അപ്പോൾ ഓരോ ലെയറിലും ഒന്നുകിൽ ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതല്ല എങ്കിൽ റൈസ് ചേർക്കുന്നതിന് മുൻപ് ചിക്കൻ ചേർത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടണം. അതെങ്ങനെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എനിക്കിങ്ങനെ റൈസ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. ഇനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കണം. 2 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനിയും അടപ്പ് തുറക്കരുത് കേട്ടോ. ഇനി അത് സെർവ് ചെയ്യണ നേരത്ത് മാത്രം തുറന്നാൽ മതി. ഇപ്പോൾ ബിരിയാണിയുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലിട്ട് സെർവ് ചെയ്യാം. ബൗളിലിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അതിനായിട്ട് ആദ്യം അല്പം റൈസ് ചേർക്കണം. അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ്റെ ചൂട് അല്പം മാറിക്കഴിഞ്ഞപ്പോൾ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അല്പം പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് ഒരു പുഴുങ്ങിയ മുട്ട ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് ആവശ്യത്തിന് റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പയ്യെ പ്രസ് ചെയ്തെടുക്കണം. അതൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴത്തേക്ക് തട്ടിയെടുക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോകും. ഇനി സെർവ് ചെയ്യാൻ പോകുന്ന പ്ലേറ്റ് ഈ ബൗളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തിരിച്ച് കമത്തിയെടുക്കണം. ഇനി അതൊന്ന് ചെറുതായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. സൈഡിൽ സാലഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ.